മരട് നഗരസഭ 33-ാം ഡിവിഷൻ വയോമിത്രങ്ങളുടെ സ്വപ്ന ഭവനം പുനർജനി പകൽ വീട് യാഥാർത്ഥ്യമായി. മുൻ MLA ശ്രീ M. സ്വരാജിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട മരട് നഗരസഭയുടെ ചെയർമാൻ ശ്രീ ആന്റണി ആശാമ്പറമ്പിൽ നിർവഹിച്ചു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രശ്മി സനൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡിവിഷൻ കൗൺസിലർ ദിഷ പ്രതാപൻ സ്വാഗതവും ആശംസകൾ നേർന്നുകൊണ്ട് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ബേബി പോൾ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിയാസ് കെ മുഹമ്മദ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശോഭ ചന്ദ്രൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ റിനി തോമസ്, വിദ്യാഭ്യാസ സ്പോർട്സ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ ബിനോയ് ജോസഫ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ചടങ്ങിൽ കൗൺസിലർമാരായ ചന്ദ്രകലാധരൻ, AJ തോമസ്, നഗരസഭയുടെ സെക്രട്ടറി നാസിം, ഹെൽത്ത് ഇൻസ്പെക്ടർ ജേക്കബ്സൺ, വയോമിത്രം കോർഡിനേറ്റർ ശ്രുതി എന്നിവർ സന്നിധരായിരുന്നു. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസ നേർന്നുകൊണ്ട് നമുക്കറിയാം, ഇന്ന് വയോജനങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ താല്പര്യമെടുത്തുകൊണ്ട് ഈ പറയുന്ന മുഴുവൻ പദ്ധതികൾ, കാരണം എനിക്ക് തോന്നുന്നത് ഈ പുറത്തേക്ക് അല്ലെങ്കിൽ ഈ ഫ്ലൈറ്റ് കയറി പോവുക, അതല്ലെങ്കിൽ വലിയ ടൂറുകൾ ചെയ്യുക, ഇതെല്ലാം അവരുടെ നഗരസഭ നടത്തുന്ന ഒരു സ്ഥലത്ത് നടക്കുന്നില്ല എന്നാണ് മനസ്സിലായത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ബാംഗ്ലൂർ പോയി അവിടെ ഒരു യൂണിറ്റ്, ഒരു ഗ്രൂപ്പ് മുഴുവൻ പേര് ബാംഗ്ലൂർ പോയി തിരിച്ച് ട്രെയിനിൽ വരിക എന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നടക്കില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വിമാനയാത്ര. അതുപോലെ പല പദ്ധതികളും നമുക്കിവിടെ നടപ്പിലാക്കി കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടും ഇന്നത്തെ ഓണത്തിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വയോജനങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒറ്റക്കല്ല, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്നുള്ള ഒരു സന്ദേശം നിങ്ങൾക്ക് നൽകുകയാണ്. അപ്പോൾ എന്താവശ്യമുണ്ടെങ്കിലും അത് ഈ പറയുന്ന നിങ്ങളെ ബഹുമാനപ്പെട്ട നിങ്ങളുടെ എല്ലാം പ്രിയങ്കരിയായിട്ടുള്ള കൗൺസിലർ ദിശയുണ്ട്. അപ്പൊ ദിശയുമായി നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ അത് കൃത്യമായി ഞങ്ങളെ അറിയിക്കുകയും അവിടെ ഒന്നും ഈ രാഷ്ട്രീയമോ ഞാൻ ഈ പറഞ്ഞ മതമോ ജാതിയോ ഒന്നും നോക്കാതെ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ നിങ്ങളോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇത് ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കെട്ടിടം വലിയൊരു ആശ്രമമായി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധ ഓണാശംസകൾ. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ മാവേലിയുടെ ഒരു കാലഘട്ടം, നമുക്ക് കള്ളവും ഇല്ല ചടവും ഇല്ലാത്ത എല്ലാവരെയും ഒന്നുപോലെ കാണുന്ന ഒരു കാലഘട്ടം, നമുക്ക് സ്വപ്നം കാണാൻ മാത്രം പറ്റുന്ന ഒരു കാലഘട്ടമാണ് അതിനി. അപ്പോ ആ ഒരു കാലം എന്നൊക്കെ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഉദ്ഘാടനം ചെയ്ത പ്രഖ്യാപിച്ചത്. നന്ദി, നമസ്കാരം. ഈ ഒരു പകൽ വീട് ഇതിനെ യാഥാർത്ഥ്യമാക്കുവാനായിട്ട് എന്തൊക്കെ പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് ഇത്രയും ഒരു വലിയൊരു കാലയളവിനുള്ളിൽ ഈ ഒരു പകൽ വീട് ഈ ഒരു രീതിയിലാക്കി തീർത്തതെന്ന് നമുക്കറിയാം. നമ്മുടെ മരട് നഗരസഭയിൽ വയോമിത്ര പദ്ധതി പ്രകാരം 60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് അവരുടെ മാനസികോല്ലാസവും സന്തോഷവും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് വയോമിത്ര പദ്ധതി പ്രകാരം ഡിവിഷനുകളിൽ വയോമിത്ര ക്ലബുകൾ രൂപീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വയോമിത്രമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പരിപാടികളും മരട് നഗരസഭ വളരെ വിപുലമായ രീതിയിൽ തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലും നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ ആരോഗ്യവും അതിനുവേണ്ടി കൂടുതൽ മുൻതൂക്കം നൽകിക്കൊണ്ടാണ് വയോമിത്ര പദ്ധതികൾ മരട് നഗരസഭയിൽ പ്രവർത്തിച്ചു വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും മരട് നഗരസഭയിൽ ഒരു പകൽ വീട് കൂടി ഉയർന്നു എന്ന് പറയുമ്പോൾ ഏറെ സന്തോഷമുണ്ട്. നിങ്ങളുടേതായിട്ടുള്ള നിമിഷങ്ങൾ, നിങ്ങളുടെ സന്തോഷവും സങ്കടവും എല്ലാം നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് പകൽ സമയങ്ങളിൽ ഇവിടെ വന്നിരുന്ന് പങ്കിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള സന്തോഷമായാലും സങ്കടമായാലും അത് മറ്റുള്ളവരിലേക്ക് പകരുമ്പോഴാണ് അത് സന്തോഷം കുറയുന്നതും അതേപോലെ തന്നെ സന്തോഷം കൂടുന്നതും അതേപോലെ സങ്കടം കുറയുന്നതും ഷെയർ ചെയ്യുമ്പോഴാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ പകൽവേളകളും കൂടുതൽ സന്തോഷകരമാക്കുവാനായിട്ട് ഈ പകൽ വീട്ടിൽ സാധിക്കുമെന്നത് യാതൊരു സംശയവുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നിപ്പോ നിങ്ങൾക്ക് ഈ ഒരു കെട്ടിടം തുറന്നു തരുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്. കാരണം നമുക്കൊരു 10-50-60 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഈ ഒരു ഹോള് അവർക്ക് അതായത് ലേഡീസിനും ജെന്റ്സിനും ആണെങ്കിലും പോകാൻ പറ്റുന്ന ടോയ്ലറ്റ്, അവർക്ക് ഒരു ചായയോ കഞ്ഞോ വെക്കാൻ പറ്റുന്ന ഒരു അടുക്കള, കൂടാതെ നമുക്ക് ഇതിന്റെ മുകളിൽ ഇത്രയും തന്നെ ഏരിയകൾ എല്ലാം ഉദ്ദേശിച്ചിട്ട് നമുക്കൊരു ഉദ്ഘാടനം എന്നുള്ളത് പറ്റില്ല. പക്ഷെ കുറേയേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് തരാനായിട്ട് എനിക്ക് കഴിഞ്ഞു എന്നുള്ള ഒരു സന്തോഷം എന്നിലുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ അവസാന ഘട്ടത്തിലുള്ള പോരായ്മകളെല്ലാം ബഹുമാനപ്പെട്ട ചെയർമാൻ നമുക്ക് ഇടപെട്ടാണ് ഈ വയറിങ്ങിന്റെ ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങളും എല്ലാം അന്ന് നമ്മുടെ നഗരസഭയിൽ നിന്ന് റിട്ടയർഡല്ല സ്ഥലം മാറിപ്പോയ നമ്മുടെ മുനിസിപ്പൽ എഞ്ചിനീയർ ഒരുപാട് സഹായിച്ചു. ഇതിനൊരു സാധ്യത എന്താ പറഞ്ഞത്,
ഡിവിഷനിലും ഒന്ന് 19-ാം ഡിവിഷനിലും. അപ്പോ ഈ ഒരു പകൽ വീടിന് ഇങ്ങനെ അംഗീകാരം ചെയ്തു കഴിഞ്ഞാലെന്ന് ഉദ്ദേശിക്കുന്നത് അവർക്കുള്ള ഭക്ഷണങ്ങളോ കെയർ ടേക്കറോ അങ്ങനെയുള്ള നഗരസഭ പിന്നീട് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് അനുമതി ലഭിക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് ബഹുമാനായ സെക്രട്ടറി നമ്മളോട് കുറച്ച് വിശ്വാസം നമ്മളിലുണ്ട്. ഏതായാലും മറ്റുള്ള കാര്യങ്ങളിലൊന്നും ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിൽ അർപ്പിച്ചിട്ടുള്ള കർത്തവ്യം സ്വാഗതം പറയുക എന്നുള്ളതാണ്. അവർക്ക് എല്ലാവരും നന്ദി പറയാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മുൻ കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇതിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എം സ്വരാജ് എംഎൽഎയുടെ ഫണ്ട് പാസാക്കി തന്നതിനും അദ്ദേഹത്തോട് ഏറ്റവും ഹൃദയത്തോടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ നഗരസഭ ഈ ബിൽഡിംഗ് നിർമ്മിക്കുവാനായിട്ട് ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയെന്ന് അറിയാൻ കഴിഞ്ഞു. ജില്ലാ സാമൂഹ്യ നീതി വകുപ്പിൽ നിന്നാണ് ICDS വഴിയാണ് നമുക്ക് തന്നത് നഗരസഭയുടെ നേതൃത്വത്തിൽ തന്നെ. അതിനും അവരോടൊക്കെ ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഇസ്രുതി വരൻ വയോജനങ്ങളുടെ കോർഡിനേറ്ററാണ്.